വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ സൺസ്ക്രീനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതിനെപ്പറ്റി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കുരു വരുന്നുണ്ട്, അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഒന്നും കൂടെ കറുത്ത പോലെ തോന്നാറുണ്ട്, അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ കുറേ പരാതികളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സൺസ്ക്രീൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പലരും വെളുക്കാനാണ് എന്ന് പറയാറുണ്ട്. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സൂര്യനിൽ നിന്നുള്ള UV റൈസ് നമ്മുടെ ഫേസിൽ അടിക്കാതിരിക്കാൻ, അതിൻ്റെ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സൺസ്ക്രീനിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ, അതുപോലെ സൺ ബേൺ കുറയ്ക്കാൻ, സൺ ഡാമേജസ് നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ, സൺ ടാൻ കുറയ്ക്കാൻ, മെയിനായിട്ട് നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനൊക്കെയാണ് നമ്മൾ സൺസ്ക്രീൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്യാവശ്യമായിട്ടും ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ഫേസിനെ മോയ്സ്ചറാക്കി വെക്കാറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ എന്താണ്, സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ വാങ്ങിക്കുന്ന സൺസ്ക്രീൻ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനൊക്കെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഫേസിന് എന്താണ് അത് സ്യൂട്ടായിട്ട് വരാത്തതാണ്. അപ്പം മെയിനായിട്ട് 3 തരത്തിലെ സ്കിൻ ടൈപ്പ് ആണുള്ളത്. ഡ്രൈ സ്കിൻ, അതേപോലെ തന്നെ ഓയിലി സ്കിൻ, ഒന്ന് കോമ്പിനേഷൻ സ്കിൻ. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫേസ് ഓയിലി ആണ്. അപ്പം നമ്മൾ ഓയിൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് ഏറ്റവും നല്ലത് ലോഷൻ ബേസിൽ അല്ലെങ്കിൽ ജെൽ ബേസിലെ സൺസ്ക്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓയിലി ആകുമ്പോഴാണ് നമ്മുടെ ഫേസിനെ ഒന്നും കൂടെ ഓയിലി ആക്കി വെക്കുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ നോക്കുക. ഇനി തിരിച്ച് ഡ്രൈ സ്കിന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ വേണം. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഓയിൽ കണ്ടൻസ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് അതുകൊണ്ട് ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കോമ്പിനേഷൻ സ്കിന്നിലോട്ട് വരുമ്പോൾ ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ട് നമ്മുടെ ഫേസ് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി പലപ്പോഴും തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മൾ സൺസ്ക്രീൻ എടുത്തിടുകയല്ല വേണ്ടത്. നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു 15-20 മിനിറ്റ് മുന്നെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് നോക്കുക. അത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. അതേപോലെ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ ഫേസിലുള്ള മേക്കപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ സൺസ്ക്രീനെ റിമൂവ് ചെയ്ത് കളയുന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഫേസിലുള്ള സൺസ്ക്രീൻ നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയും. അല്ലാണ്ടെങ്കിൽ നമ്മൾ ഇതും വെച്ചുകൊണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഡാർക്കൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇപ്പം നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ്സിന്റെ സൺസ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. പല ബ്രാൻഡ്സ് ഡെയിലി നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ പരീക്ഷിക്കാൻ വേണ്ടി സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്തത് നിങ്ങൾ തന്നെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസിന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ സൺസ്ക്രീൻ നിങ്ങളുടെ ഫേസിന് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് അടുത്ത സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങളുടെ ഫേസിന് ആപ്റ്റായിട്ടുള്ളത് അത് തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും സൺസ്ക്രീൻ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ സ്കിൻ കണ്ടുപിടിച്ചിട്ട് മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തനിയെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറുടെ സജഷൻസ് ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഓൺലൈൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ മുഖം കേടാക്കാതിരിക്കുക. ഞാൻ എപ്പോഴും ഞാൻ വീഡിയോക്കകത്തൊക്കെ പറയുന്നതാണ്, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏത് പ്രൊഡക്റ്റാണ് സ്യൂട്ട് ആകുന്നത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടെ മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ വൈറ്റൻ ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യിക്കാനോ അതേപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു സ്കിന്നിൽ ഒരു ബ്രൈറ്റ്നസ് കീപ്പ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക.
രാവിലെയും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു 4-5 നിങ്ങൾക്ക് സൺസ്ക്രീൻ നിങ്ങളുടെ മുഖത്തൊന്ന് ഇപ്പോൾ കുറച്ച് പോയെന്ന് തോന്നുമ്പോൾ അപ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് രാവിലെ ഇട്ടിട്ട് ഫുൾ ടൈം ഒരു 12 hours അതുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യം നിങ്ങൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിനനുസരിച്ച് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഇതൊക്കെ അറിഞ്ഞിട്ട് യൂസ് ചെയ്യുക. സ്കിൻ ടൈപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഓൺലൈൻ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ കണ്ടിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത് ഞാൻ ഗേൾസിൻ്റെയും അതേപോലെ തന്നെ ബോയ്സിൻ്റെയും കാര്യമാണ് ഒരേപോലെ, മെൻസിൻ്റെയും വുമൻസിൻ്റെയും കാര്യം ഞാൻ ഒരേപോലെയാണ് പറഞ്ഞത്. രണ്ട് ലേഡീസ് മാത്രം ഫോളോ ചെയ്യുന്ന കാര്യമില്ല, ഇപ്പോൾ എല്ലാ ബോയ്സും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ ബൈ.